ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും മാംഗോ കൊണ്ടുള്ള ഒരു കുഞ്ഞ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഒരു നൊസ്റ്റാൾജി ഐറ്റം എന്ന് തന്നെ പറയാം. ഇന്ന് മാങ്ങ എടുത്തപ്പോൾ കുറച്ച് മാങ്ങകൾ കിട്ടിയായിരുന്നു. അതിൽ നിന്ന് 2 മാങ്ങ കൊണ്ടുവന്നിട്ട് പാറുവിന് അതിപ്പോൾ കട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഇത് പഴുത്തിട്ടില്ല, പച്ചയാന്ന് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു റെസിപ്പി ചെയ്യാമെന്ന് കരുതി. വെറുതെ മാങ്ങ വേസ്റ്റ് ചെയ്യട്ടല്ലോ, അങ്ങനെ കരുതി ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. മാംഗോ കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഉപ്പും മുളകും വെച്ച് മിക്സ് ചെയ്തൊന്ന് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് കരുതി അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. കുഞ്ഞ് മാങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനകത്ത് സീഡൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിരുന്നു. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഇത്രയും പുളിയുള്ള മാങ്ങ അവൾ കഴിക്കത്തില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വേറൊരു മാങ്ങ കൂടി കട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ വേറൊരു മാങ്ങ കൂടി എടുത്തായിരുന്നു. അത് കുറച്ച് നന്നായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്തെങ്കിലും ഇത് ഞാൻ അവൾക്ക് കൊടുത്തില്ല കേട്ടോ. ഇത് നന്നായിട്ട് പച്ച മാങ്ങയായിരുന്നു. അപ്പോൾ ഇത് അവൾ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ഈ മാങ്ങ കൂടി ഞാൻ എടുത്തത്. ഇത് പക്ഷേ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. നല്ല റെഡ് കളർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് കട്ട് ചെയ്യുവാണ്. വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ പറഞ്ഞായിരുന്നു അവൾക്ക് മുളകും ഉപ്പും വെച്ചിട്ട് വേണ്ട. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മാങ്ങയായിരുന്നു. അപ്പം പഴുത്ത മാങ്ങയാണെന്ന് കണ്ടപ്പോഴേക്കും അവൾക്ക് ഉപ്പും മുളകും വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞു പീസ് ഞാൻ അവൾക്ക് കൊടുത്തായിരുന്നു. ബാക്കി വന്ന മാംഗോയിലാണ് ഞാൻ ഉപ്പും മുളകും മിക്സ് ചെയ്ത് എടുക്കുന്നത്. വീട്ടിലെ മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ തോല് കളയാത്തത്. മാങ്ങയുടെ തോല് കുറച്ച് ഹാർഡാണ്. നമ്മൾ കഴിക്കുമ്പോഴേക്കും കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള തോലാണിതിൻ്റെ. അത്യാവശ്യം പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല, ഉപ്പും മുളകും വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിലും നമ്മൾ മാംഗോയുടെ ആ ഒരു മധുരവും ചില്ലിയുടെ ആ ഒരു എരിവും ഉപ്പും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇതിൽ ഉപ്പ് വെച്ചിട്ട് കഴിക്കുന്നത്. ഇതിൽ ഉപ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മധുരമുള്ള മാംഗോ തന്നെയായിരുന്നത്. ആദ്യം ഞാൻ കട്ട് ചെയ്തതായിരുന്നു പുളിപ്പുള്ള മാംഗോ. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോർഷൻസ് എല്ലാം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇതിൽ ഉപ്പും മുളകും മിക്സ് ചെയ്തതിന് ശേഷം അന്നേരം കഴിക്കുന്നതിനേക്കാളും നമ്മളിത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഈ ഇടുന്ന ഉപ്പെല്ലാം നന്നായിട്ട് മെൽറ്റായി നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അന്നേരം തന്നെ കഴിക്കുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വലിയ പീസസ് ആക്കി ഇടുമ്പോഴേക്കും നമുക്കത് എടുത്ത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു പീസസ് ആക്കിയത്. കുഞ്ഞു പീസസ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പും മുളകും മിക്സ് ചെയ്യുന്നത്. ചെറിയ പീസസ് ആക്കി ഇടുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി തന്നെ കട്ട് ചെയ്തത്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തായിരുന്നു. അതിനുശേഷം കുറച്ച് ഉപ്പും ആഡ് ചെയ്തു. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് അധികം മുളക് പൊടി ചേർക്കാത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജി ഐറ്റം. പഴുത്ത മാംഗോയിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.